എടാ കുട്ടു ലുട്ടു ഒന്നും പേടിക്കാനടാ, ഞാൻ എന്നും കയറി ഇറങ്ങുന്ന സ്ഥലം കണ്ട ഷുറൂന്നും പറഞ്ഞ് ഇറങ്ങൂടാ. നോക്ക് കണ്ട, ഇതുപോലെ കയറി ഇറങ്ങാമെന്നില്ലേ, അടിപൊളിയാണടാ. അതായത് ഇതുപോലെ പട്ടാന്ന് പറഞ്ഞ് ഇറങ്ങും കേട്ടോ. ഇതാ കയറി വേടാ, അങ്ങനെ കയറി പോകും നിങ്ങൾ. പിള്ളേർക്ക് ധൈര്യം കൊടുത്താൽ ഞാൻ ഇറിവി ചത്തുപോയുള്ളല്ലോ. ഇത് എങ്ങനെ ഇപ്പം എടുക്കാൻ പറ്റുന്നത്? ഓഹ് എൻ്റെ അമ്മച്ചിയേ, ഓപ്പിലെ പണിയായിപ്പോയി എൻ്റെ പൊന്ന അമ്മോ. ഹായ്, നോക്കൂ, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ അമ്മാമ്മ ചെറിയൊരു കുട്ടിയുമായി ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. വിരുന്നുകാരി ഓടിയെത്തിയിട്ടുണ്ട്. വിരുന്നുകാരിയുടെ അമ്മയും കുഞ്ഞനിയത്തിയുമാണ് ഈ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അമ്മാമ്മയുടെ കുഞ്ഞു സ്നേഹത്തിനായി നമ്മുടെ കുട്ടൂസ് ദാ അടുത്ത് കൂടിയിട്ടുണ്ട്. വിരുന്നുകാരിയുടെ കുഞ്ഞനിയത്തി പെട്ടെന്ന് കഴിച്ച് വയറ് നിറയ്ക്കാൻ നോക്കുകയാണ്. കുട്ടൂസ് ആണെങ്കിലോ അമ്മാമ്മനെ തൊട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ വിരുന്നുകാരിയുടെ കുഞ്ഞനിയത്തിയെ വിരുന്നുകാരി സ്നേഹം കൊടുത്ത് ചോറ് കഴിപ്പിക്കുന്നതും നമുക്ക് കാണാം. അതുപോലെ അമ്മാമ്മയെ നേരിൽ കണ്ട കുട്ടൂസ് മലന്ന് നോക്കി ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അതുമാത്രമല്ല, വിരുന്നുകാരി ദാ കുഞ്ഞനിയത്തിക്ക് നല്ല പ്രോത്സാഹനം കൊടുത്ത് ചോറ് കഴിപ്പിക്കുകയാണ്. അടുത്തത് മായു ആണ് വരുന്നത്. ചെല്ലടാ അമ്മാമ്മയെ ഞാൻ തൊട്ട്, നീ അങ്ങോട്ട് ചെല്ല് അമ്മാമ്മയുടെ അടുത്തോട്ട്. അമ്മാമ്മ വല്ലതും പറഞ്ഞോടാ നിൻ്റെ അടുത്ത്. അവസാനമായി കാണാൻ വരുന്നത് ലുട്ടു ആണ്. അങ്ങനെ 3 പേരും അമ്മാമ്മയെ കണ്ടു, അമ്മാമ്മയുടെ കൂടെ വന്ന കുട്ടിയെയും കണ്ടു കേട്ടോ. നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തിയ ഈ അമ്മാമ്മ കുഞ്ഞിനെയും കൊണ്ട് എന്താണ് വന്നതെന്നറിയോ? മാമനും മാമിക്കും കുഞ്ഞിനെ തന്നിട്ട് പോകാനാണ്. അത് എല്ലാ വർഷവും നടക്കുന്നൊരു സംഭവമാണ്. 2-3 കുട്ടികൾ കാണും, 1-2 കൊണ്ടുപോയി ബലി കൊടുക്കും. അതിനുശേഷം ഏതിനെങ്കിലും ഒന്നിനെ കൊണ്ട് തരും ഞങ്ങൾക്ക്. തന്നിട്ട് പിന്നെ അമ്മ വരത്തില്ല കേട്ടോ. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാനാണ് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ട് വന്നത്. ഇതാ ഇനിയിപ്പോൾ അമ്മ പെട്ടെന്ന് കഴിച്ച് തീർന്ന് കുഞ്ഞ് പോലും അറിയാതെ അമ്മ ഇവിടെ നിന്ന് പമ്പ കിടക്കും. ഇവിടെ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ജോലി കഴിഞ്ഞു, അമ്മ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനി അമ്മ വരത്തില്ല. കുഞ്ഞാണെങ്കിലോ അറിയുന്നില്ല കേട്ടോ. ഇതാ അമ്മയെ നോക്കി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പോയി. ഇനി ഈ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലൊക്കെ കയറി നിന്ന് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളായിട്ട് ഇണങ്ങി ഇവിടെ അങ്ങ് കൂടും. ഇങ്ങനെയാണ് ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നു കയറിയത്. അവസാനമായി കാണാൻ മായുവിൻ്റെ അമ്മയാണ് വന്നിട്ടുള്ളത്. ഇതാ മായുവിൻ്റെ അമ്മ അടുത്ത് എത്തിയിട്ടുണ്ട്. കുഞ്ഞവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിട്ട് പോയിരിക്കുകയാണല്ലോ. കുഞ്ഞിൻ്റെ ഇതൊന്നും അറിയാത്തതുകൊണ്ട് കുഞ്ഞ് ഓടിപ്പോവുകയാണ്. അതുപോലെ കുഞ്ഞ് എങ്ങോട്ട് പോകാനാ? അമ്മ ഇവിടെ കൊണ്ടാക്കിയതല്ലേ, ഇവിടെ തന്നെ നിൽക്കണം. അങ്ങനെ വീണ്ടും കുഞ്ഞ് തിരിച്ചു വരേണ്ടായി വരും. ഇത് മാമനും മാമിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെയൊക്കെ പോയി നോക്കി കറങ്ങി വീണ്ടും ഞങ്ങളടുത്തേക്ക് തന്നെ വരികയാണ്. ഞങ്ങളായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് പേടിയാണ് കേട്ടോ. ഇവിടെയുള്ള ആരും കുഞ്ഞിനോട് മിണ്ടുന്നില്ല, ആരും ഇണങ്ങുന്നത് പോലും ഇല്ല കേട്ടോ. കുഞ്ഞൊറ്റയ്ക്ക് അങ്ങനെ അടുത്ത് വന്ന് കൂടി നിൽക്കുകയാണ്. ഇനി കുഞ്ഞ് തീരുമാനിക്കും എങ്ങോട്ട് പോകണം എന്നുള്ളത്. കുഞ്ഞനിയത്തിക്ക് കൂട്ടുകൂടാൻ ഇവിടെ ആരുമില്ല എന്നറിഞ്ഞാൽ കുഞ്ഞിതോ ബാഴയുടെ മൂട്ട് പോയിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്നത് മായുവിൻ്റെ അമ്മയാണ് കാവലിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മായു അങ്ങോട്ട് ചെന്ന് ഇണക്കി വിളിച്ചു കൊണ്ട് വരാനാണ് അവൻ പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുന്ന കണ്ട് അത് പേടിച്ചു. അങ്ങനെ 2 പേരും ഒരു ചണ്ടയ്ക്കുള്ള പുറപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. എന്തായി മാറുമെന്നുള്ള അറിയില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മായുവിൻ്റെ അമ്മയാണ് അടുത്തിരിക്കുന്നത്. കുഞ്ഞിന് ഇവരായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണ് ആ പേടി. പ്രത്യേകിച്ച് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു അരമണിക്കൂറിനകത്ത് നടന്ന സംഭവങ്ങളാണ് ഈ ലൈവായിട്ട് ഞാൻ ഈ പറയുന്നത്. മായിക്കുട്ട മകനെ ഇഞ്ഞി പോര്, അവനോട് ചണ്ടയ്ക്ക് പോകരുതേ, പാവം, ഇനി ഇറങ്ങി പോര്, ബാ ഇറങ്ങി വാ, താഴെ ഇറങ്ങടാ, പാവോട് അഞ്ഞു വാ, ഓടി വാ. ഇതാ കുട്ടൂസ് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അമ്മയും തൊട്ടടുത്തുണ്ട്. ഇനി ഇറങ്ങടാ കുട്ടാ. അമ്മ പോണെങ്കിൽ പോട്ടെ, ഞാനിവിടെ എല്ലാം കയറി ഇരിക്കാം. ഈ പായലും പിടിച്ചിൽ കയറാനും പറ്റുന്നില്ല. എന്താ കാല് വഴുതി പോകുന്നറിയോ? എങ്ങനെയെങ്കിലും കയറി മേളിൽ പറ്റിയാലേ സുരക്ഷയായിട്ടിരിക്കാം. അമ്മ വരുമല്ലോ, അപ്പോഴമ്മേരെ കൂടെ അങ്ങ് പോകാം. ഇവിടെ കൊള്ളത്തില്ല ഈ ഏരിയ. ഇവിടെ ഒരുപാട് പേരുണ്ട്, എനിക്ക് പറ്റിയ ഇടമല്ല. അമ്മ വന്നോട്ടെ, അതുവരെ ഇവിടെ ഇരിക്കാം. അല്ല ഇപ്പം എന്ത് ചെയ്യും? പോകാനാണെങ്കിൽ എനിക്ക് വഴി അറിയില്ല. ഇവിടെ എന്തോ വിശേഷമെന്നാണ് തോന്നുന്നത്. ഒരുപാട് പേരുണ്ട്. നോക്കിയേ, കാലുവന്നാ വയ്യാത്ത ആളല്ലേ ഇവിടെ. എനിക്ക് പറ്റിയ സ്ഥലമല്ല. കടത്തിണ്ണേ കിടന്നാലും വേണ്ടിയില്ല, ഇവിടെ കിടക്കണ്ട, ശരിയാകത്തില്ല. അമ്മ വന്നോട്ടെ. എന്താ ആൾക്കാർ ഇവിടെ?
നോക്കൂ, കുട്ടു ലുട്ടുവിനെ വിരുന്നുകാരി ഇതാ മരത്തിൽ കയറി പഠിപ്പിക്കുകയാണ്. അതും തേക്കിൻ്റെ മരം കേട്ടോ. വേറെ ഒന്ന് പറയാൻ, നമ്മുടെ മായു തനിച്ച് മാവിൻ്റെ കൊമ്പിലും. രാവിലെ തന്നെ നമ്മുടെ പിള്ളേർ അടിച്ചു പൊളിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന മരങ്ങളാണ് നമ്മളീ കാണുന്നതും. മായു ഇവിടെ മലന്ന് നോക്കി ഏത് ഭാഗം വരെ എത്തിയിരിക്കാൻ നോക്കിയേ. ഇനി അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല. ഈ ചെറുക്കൻ എന്തായാലും പണി കിട്ടും കേട്ടോ. ചെറുക്കൻ കാണിക്കുന്ന വേലകളുണ്ടോ, ഇനി താഴെ വീഴുമെന്ന് തന്നെ പേടിയായിട്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റിലേക്ക് കയറി നിൽക്കുന്നത് ചെറുക്കൻ. എടാ ഇനി ഇറങ്ങടാ, ഡേ കുറച്ച് താഴോട്ട് ഇറങ്ങടാ മക്കളെ, നീ കയ്യ കാലം തെറ്റിപ്പോവും നിനക്ക്. ആ വേലകൾ കാണിക്കുന്നത് കണ്ടോ. ഓഹോ ഓ ഡേയ് ഇനി ഇറങ്ങ്. അടുത്തുള്ള തേക്കുമരത്തിൽ കയറുന്ന ആരാന്ന് കണ്ടോ. കുട്ടു സാത്യം കയറി, അതുപോലെ ലുട്ടു ബേക്കിലും. നമ്മുടെ വിരുന്നുകാരി തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവളാണ് ഈ കളി പഠിപ്പിച്ച് ഈ മരത്തിൽ കൊണ്ടുപോയത് പിള്ളേരെ. പിള്ളേരുടെ അടുത്ത് കളിക്കാൻ അമ്മയ്ക്കും കൊതി തോന്നി. അമ്മയാണ് ഈ കളിച്ച് കാണിക്കുന്നത്. ദാ അമ്മ ചാടി പോകുന്നുണ്ട്. എന്നിട്ട് താഴെ ഇറങ്ങിയിട്ടേ വാല് വെട്ടിച്ച് കാണിക്കുകയാണ് വരാൻ. പിള്ളേർ ചെല്ലുമോ? അവർക്ക് വലിയ തേക്കും മരത്തിൽ കയറാനുള്ളതാ. ഇതാ കുട്ടൂസ് വീണ്ടും മുകളിലോട്ട് കയറി പോവുകയാണ്. കയറി ഇറങ്ങി പഠിക്കുന്ന കുട്ടു ലുട്ടു ഇതാ അട്ടിച്ച് പൊളിക്കുകയാണ് അവിടെ. അതുപോലെ അവിടെ വിളിച്ചുകൊണ്ട് ചെന്ന വിരുന്നുകാരിയെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണണം. കാര്യം എന്ന് വെച്ചാൽ അവളുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ കയറി പോവും. നല്ല ടൈം പാസ്സായിരിക്കും. വിരുന്നുകാരി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി അടിപൊളി കളിയായിരിക്കും. അതുപോലെ ഇത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന മായു ഇതാ മാവിൻ്റെ കൊമ്പിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ കുറച്ച് ഹൈറ്റിലാണ് കയറി നിൽക്കുന്നത്. എല്ലാം ഇത് കണ്ട് ഇറങ്ങണോ വേണ്ടയോ എന്തൊക്കെയോ ആലോചന. അവിടെ ഇരുന്നാൽ എത്രയോ നല്ല ഏരിയകൾ കാണാൻ പറ്റുവാന്. അങ്ങനെ ആ സുന്ദരമായ പ്രകൃതി നോക്കി അവൻ എന്നെയും നോക്കി ഇരിക്കുകയാണ്. ദേ അവിടെ നോക്കിയേ, വിരുന്നുകാരി എത്ര ഹൈറ്റ് കയറി നിൽക്കണം നോക്കിയാണ്. എടാ ലുട്ടോ നോക്കടാ, ടൊണ്ടടാ ഞാൻ ഇറങ്ങി വരുന്നത് നോക്കടാ. ദാ ഇത് ഈസിയാണ് ഇങ്ങനെ ഇറങ്ങി വരാൻ. കണ്ടോ ദാ ഇതിനെ കയറി പോ. തിരിച്ചിറങ്ങാൻ ഈസിയാണടാ. ദാ ഇങ്ങനെ. അയ്യോ ടൈറ്റായ എൻ്റെ അമ്മച്ചേ. ഓഹോ ഞാൻ ചത്തോവേ ഉള്ള. അയ്യോ ആരെങ്കിലും വരണ ചേട്ട് പണ്ടാരൻ അടിച്ചെന്നൊക്കെ. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഇതുപോലെ മരങ്ങളിൽ കയറി കളിക്കാൻ വളരെ ഇഷ്ടമാണ്. കുറച്ച് വലുതായതുകൊണ്ട് ഇതുപോലെ കളിക്കാൻ വിട്ടപ്പോഴേ ഞങ്ങളുടെ പിള്ളേരുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്. ഇതാ നല്ല ഹൈറ്റിലൊക്കെ പിള്ളേരും കയറി കളിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ പഠിച്ചിരിക്കണം അല്ലേ. അതുപോലെ തന്നെ വിരുന്നുകാർ കയറി പോയിട്ടുള്ള അത്രേ ഹൈറ്റിൽ ഇതാ നമ്മളുടെ കുട്ടൂസും കയറിയിട്ടുണ്ട് കേട്ടോ. അവൻ ആള് കിടുവാണ്. ഇതാ അങ്ങനെ കയറി ഇവിടെ കളിച്ച് രസിച്ചൊക്കെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ആളിനടുത്തേക്ക് പോകാം. വേറെ ആരുമല്ല, നമ്മുടെ മായു തന്നെയാണ്. പുള്ളിക്കാരൻ തനിച്ചൊറ്റയ്ക്ക് നമ്മുടെ മാവിൻ കൊമ്പിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതൊന്ന് നോക്കി ചെറുക്കനെ താഴെ ഇറക്കാം. കള്ളൻ ഇവിടെ സിംഹത്തെ പോലെ കിടന്ന് താഴോട്ട് നോക്കുകയാണ്. ഇറങ്ങി വാടാ ഞാട്ട്. നോക്കിയേ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് എന്നെ. ഇറങ്ങി വരാതെ എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. ഇതാ നമ്മുടെ ലുട്ടു അവൻ കളിച്ചിട്ട് താഴെ ഇറങ്ങി. അവനും അതുപോലെ താഴെ ഇറങ്ങി നിൽക്കുകയാണല്ലേ. ഇനി എന്താണ് പരിപാടി എന്നറിയില്ല. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അടുക്കളയ്ക്ക് പോകാനുള്ള പരിപാടിയാണോ അതോ ഇനി ഈ മാവിൻ കൊമ്പത്ത് കയറാനാണോന്ന് അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. എൻ്റെ കുട്ടി എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ട് പോകുന്നടാ? മായു ആരെയും സൂക്ഷിച്ച് നോക്കുന്നത്? വേറെ ആരുമല്ല, മാമി ഒരു കവറും കൊണ്ട് മായുവിനെ തറയിലിറക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാമിയെ കണ്ടിട്ടാണ് ലുട്ടുത ഓടിപ്പാഞ്ഞു പോയത് കേട്ടോ. മാമീനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓടിയെത്തും പിള്ളേർ. അങ്ങനെ ലുട്ടു മാമീനെ നോക്കി അടുത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മാമിയെ കണ്ട് കുട്ടൂസ് ഇതാ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് ഓടി വരുന്നുണ്ട്. കണ്ടോ, മാമീനെ കണ്ടിട്ടാണ് വന്നത്. ഇനി വരാനുള്ളതാ മേളിരിക്കുന്ന സുന്ദര കുട്ടനാണ്. അവ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്തൊക്കെയോ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ഇപ്പം എന്ത് നോക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ചെറുക്കൻ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമല്ലോ. കുട്ടൂസും വന്നതോടെ ലുട്ടു വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് ഓടിയിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ചെറുക്കൻ എന്താ പാതി ഇറങ്ങി വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും പിടിച്ച് വിനഞ്ഞ് താഴെ ഇറക്കണം. എന്ത് നോക്കുന്നതെന്ന് അറിയില്ലല്ലേ. ആ ഒരു ലുക്ക് കണ്ടോ നമ്മളെ ചെറുക്കൻ ഇരിക്കുന്നത്. സുന്ദരനാണല്ലേ, നല്ല സ്നേഹമുള്ളവനാണ് കേട്ടോ. വിളിച്ചാലൊക്കെ പട്ടേന്നും പറഞ്ഞ് ഓടി വരുന്ന പിള്ളേരാണ് ഞങ്ങൾക്കുള്ള ഈ 3 കുട്ടികളും. എന്താ സ്നേഹമാണെന്നറിയോ മാമനും മാമീൻ്റെ അടുത്ത്. ഒരുപാട് അനുഭവിച്ച് ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ. അത്ര സ്നേഹമാണ് ഞങ്ങളുടെ പിള്ളേർക്ക്.
കണ്ണും അടച്ച് കാണിച്ച് അവൻ താഴോട്ട് ഇറങ്ങാതെ എവിടെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാമി ചെന്ന് ആ കൈയിരിക്കുന്ന കവർ അവന് കൊടുക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്ന് കാണിക്കുകയോ ചെയ്താൽ താഴോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നും ഇറങ്ങി വരൂല. ഇതാ മാമി അടുത്തോട്ട് ചെല്ലുന്നുണ്ട്, മാമീനെ കണ്ടാണ് ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കൈ എത്തില്ല കേട്ടോ ഇനി എടുക്കാനേ. അങ്ങനെ മാമീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി വാടാ, കവർ തരാം നിനക്ക്. താഴോട്ട് ഇറങ്ങ്, ഒരു സ്റ്റെപ്പിടെ താഴോട്ട് ഇറങ്ങ്, കവർ വേണ്ടേ, ഇറങ്ങി വാ. അങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇറങ്ങാതെ. മേടിക്കാൻ നിൽക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് മേലോട്ട് പൊയ്ക്കളയും, അതുകൊണ്ട് കൊടുക്കൂല കേട്ടോ. എങ്ങനെയെങ്കിലും ആളിനെ എടുത്ത് നമുക്ക് മുറ്റത്താക്കാം. താഴോട്ട് ഇറങ്ങി വരാതെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കവർ കിട്ടുമെന്നും പറഞ്ഞ്. അങ്ങനെ മായുവിനെ ഞങ്ങൾ എടുത്തു, മുറ്റത്ത് കൊണ്ടാക്കി. അതിലൊരു ചെറിയ പീസ് മാമി കെട്ടി കൊടുത്തിരിക്കുകയാണ് അവന് കളിക്കാൻ കേട്ടോ. ഞങ്ങളെ 2 പിള്ളേർ അടുക്കളയ്ക്ക് ഓടിയിരിക്കുകയാണ്. ഇവ മാത്രം മരത്തിൽ നിന്ന് ഇറങ്ങാതെ അവിടെ ഇരുന്നു, എന്തോ പിണക്കമായിരിക്കും. അങ്ങനെ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കെട്ടി കൊടുത്താലേ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. അത് എടുത്തുകൊണ്ട് പോവുകയും അവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അലറലും മുറുകലും ഒക്കെ ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ അവിടെ ഈ ഒരു ചെറിയൊരു കളി കാണാൻ. അങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക്കൊക്കെ ഞങ്ങളിവിടെ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് അവർക്ക് കളിക്കാൻ കൊടുക്കാൻ. അങ്ങനെ മാമിക്ക് കൊടുക്കില്ലെന്നും പറഞ്ഞൊക്കെ പിടിച്ച് മാറ്റി അങ്ങനെ തനിച്ച് കളിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴ് പിള്ളേർക്ക് വളരെ ഫ്രീഡം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെ വളരെ ഞങ്ങളിപ്പോൾ അന്വേഷിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വലുതായി, അമ്മ അതുപോലെ കൊണ്ടുപോകാൻ വിളിക്കാറൊന്നുമില്ല. ഇപ്പം നടന്നിട്ട് ഒരു ആഴ്ചയോളം ആകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അവരങ്ങനെ നോക്കത്തൊന്നുമില്ല. അവർ എവിടെ പോയി കളിച്ചാലും ഓടി ഓടി വരും. പിന്നെ പട്ടിശല്യമൊക്കെ ഇവിടെ വളരെ കുറവാണ്, അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട്. പിള്ളേരെ കൊണ്ട് വലിയ ടെൻഷനില്ല നേരത്തെ കണക്ക്. ഞങ്ങൾക്ക് ഒരു ദിവസം പോയി കിട്ടാൻ 1 മണിക്കൂർ പോകുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഒരു ദിവസം മാറുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ പിള്ളേരെ കൂടെ ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ടൈം പാസ്സാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഈ കുഞ്ഞുങ്ങൾ, പൂച്ചക്കുഞ്ഞുങ്ങളുടെയൊക്കെ അതുപോലെ പട്ടിക്കുഞ്ഞുങ്ങളുടെ ആയാലും ഈ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കളി കാണുമ്പോൾ ഒക്കെ വളരെ രസകരമായിരിക്കും. സമയം പോകുന്ന അറിയില്ല, നല്ല നേരം പോക്ക് തന്നെയാണ്. അതുപോലെ ഞങ്ങളൊരു 3-4 മാസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച് സന്തോഷിച്ച് കൊണ്ടുവരുന്ന നാളുകളാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഇനി ഒരു 2 മാസം കൂടെയൊക്കെ കഴിഞ്ഞാൽ പിള്ളേർ ഞങ്ങളൊത്ത് കളിക്കാൻ നിൽക്കില്ല, വായി നോക്കാനൊക്കെ പോകും. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അതെ, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.